കൃത്യമായ ഉറപ്പുകൾ രേഖാമൂലം ലഭിച്ചാൽ മാത്രമേ ഡിവൈഎഫ്ഐയുടെ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ റഫീഖ് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം നേരത്തെ ഇവിടെ രാവിലെ 7 മണി മുതൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചതാണ്. ആ സമരത്തിനകത്ത് നിരവധി യുവജനങ്ങളാണ് ഈ സമരത്തിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ദുരിതബാധിതർക്ക് വേണ്ടി ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. ആ സമരത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ അടക്കം ആളുകൾ ഇരച്ചു കയറി വന്ന് അതിനെ ഒരു അക്രമ രൂപത്തിലേക്ക് മാറ്റുകയായിരുന്നു എന്ന കാര്യവും ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ രേഖാമൂലമുള്ള ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ, അതായത് പാവപ്പെട്ടവർ നിരവധി ആളുകൾക്ക് ദ്രോഹകരമായ ഒരു നടപടിയാണ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അടിയന്തര ധനസഹായത്തിനായി അനുവദിച്ച ഫണ്ടിൽ നിന്നാണ് ഗ്രാമീണ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു നിരുത്തരവാദിത്തപരമായ നിലപാടുണ്ടായിരിക്കുന്നത്. ബാങ്ക് അധികൃതർ മാപ്പ് പറയണമെന്ന് കൂടി ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നു. മനുഷ്യത്വരഹിതമായ നടപടിയുമായി ബാങ്കിന് മുന്നോട്ട് പോകാനാകില്ല. കേരളത്തിൽ അത്തരത്തിൽ ഉള്ള നീക്കം അനുവദിക്കില്ല. കേരള ബാങ്കിൻ്റെ മാതൃക പിന്തുടർന്ന് മറ്റ് ബാങ്കുകളും ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതി തള്ളണം. പിടിച്ചെടുത്ത വായ്പാത്തുകകൾ ആയി പിടിച്ചെടുത്തത് പോലും തിരിച്ചു നൽകണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. മൊറട്ടോറിയം ദുരന്തബാധിതർക്ക് പ്രഖ്യാപിച്ചതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആ പ്രഖ്യാപനം പോലും അനുസരിക്കാത്ത ബാങ്കുകൾ, അങ്ങനെ നീങ്ങുന്ന ബാങ്കുകൾക്ക് കേരളത്തിൽ തുടരാനാകില്ല എന്ന വലിയ പ്രഖ്യാപനം കൂടി ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് പ്രതിഷേധമായി ഉയരുകയാണ്. ഗ്രാമീൺ ബാങ്കിൻ്റെ കൽപ്പറ്റ ശാഖയ്ക്ക് മുന്നിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഉപരോധം തീർക്കുന്നത്. ഈ ദേശസാൽകൃത ബാങ്കുകൾ കേരള ബാങ്കിൻ്റെ, ഷെഡ്യൂൾഡ് ബാങ്കുകൾ കേരള ബാങ്കിൻ്റെ മാതൃക പിന്തുടരണം എന്ന അർത്ഥത്തിൽ കൂടിയാണ് പ്രതിഷേധം ഉയരുന്നത്. ഡിവൈഎഫ്ഐ ആ അർത്ഥത്തിൽ കൂടിയാണ് അവിടെ കൽപ്പറ്റ ഗ്രാമീൺ ബാങ്കിന് മുന്നിൽ പ്രതിഷേധം തീർത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഏറ്റവും ഉദാഹരണമായി കൽപ്പറ്റ ഗ്രാമീൺ ബാങ്ക്, സച്ചിൻ, കൽപ്പറ്റ ഗ്രാമീൺ ബാങ്ക് സമരത്തിന് തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണം കൂടിയുണ്ട്. കാരണം ഇന്നലെ വരെ സമാധാനപരമായി, അതായത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കളക്ടർ ഇറക്കിയ മൊറട്ടോറിയം, ആ അവധി കാലാവധി പോലും പാലിക്കാത്ത ബാങ്കുകൾക്കെതിരെ ഇന്നലെ മുതൽ തന്നെ സമാധാനപരമായി ചർച്ച നടത്തിയിരുന്നു. തിരിച്ച് ബാങ്കുകൾ ആ പണം നൽകാമെന്ന് ഏറ്റിരുന്നതാണ്. എന്നിട്ടും നൽകാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഡിവൈഎഫ്ഐ കൽപ്പറ്റ ഗ്രാമീൺ ബാങ്കിലേക്ക് ഇപ്പോൾ ഉപരോധം തീർക്കുന്നത്. മാത്രമല്ല, ആ ഉപരോധ സമരത്തിലേക്ക് ഇതിന് ഇരയായ ഒരു കർഷകൻ കൂടി അവിടെ എത്തുന്നു. സച്ചിൻ, തീർച്ചയായും അജിംഷാ, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മുതൽ ജനാധിപത്യപരമായ രീതിയിൽ തന്നെയായിരുന്നു സമരം ആരംഭിച്ചത്. അതിലേക്കാണ് ഇപ്പോൾ 10 മണിയോടുകൂടെ മറ്റ് പ്രതിപക്ഷ സംഘടനകളൊക്കെ ഇരച്ചു കയറി വന്ന് അതിനെ ഒരു അക്രമാസക്ത രൂപത്തിലേക്ക് മാറ്റുന്നത്. കേരള ഗ്രാമീണ ബാങ്കിൻ്റെ കൽപ്പറ്റയിലെ റീജിയൻ ഓഫീസിലേക്കാണ് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ഉപരോധ സമരം ഏർപ്പെടുത്തിയത്. ഇത് അറിഞ്ഞുകൊണ്ടാണ് മറ്റ് സംഘടനകളും ഇന്ന് 10 മണിയോടുകൂടെ ഇത്തരത്തിലൊരു സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഡിവൈഎഫ്ഐ നേതാക്കൾ തന്നെ നേരത്തെ വ്യക്തമാക്കിയതുപോലെ തന്നെ പാവപ്പെട്ട നിരവധി ആളുകളുടെ വായ്പാ തുക, നമ്മൾ നേരത്തെ രാജേഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കണ്ടതാണ്. അയാൾ പശുവിനെ വളർത്താൻ വേണ്ടിയായിരുന്നു ഈ ബാങ്കിൽ നിന്നും വായ്പ എടുത്തത്. അത്തരത്തിലുള്ള ആളുകളുടെ അടക്കം, ആ പശു ഫാം അടക്കം ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി. വരുമാന മാർഗങ്ങളും വീടുകളും അടക്കം നശിച്ച ആ വ്യക്തിയോടക്കമാണ് കേരള ഗ്രാമീണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഇത്ര ഒരു ദ്രോഹകരമായ നിലപാടുണ്ടായിരിക്കുന്നത്. നേരത്തെ കേരള ബാങ്ക് അടക്കം മാതൃകാപരമായ നടപടികൾ എടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതൊന്നും ഒരു വകവെക്കാത്ത രീതിയിലുള്ള പ്രവർത്തനം ആണ് കേരള ഗ്രാമീണ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഡിവൈഎഫ്ഐ നേതാക്കൾ വ്യക്തമാക്കുന്നത് കേരള ഗ്രാമീണ ബാങ്ക് മാത്രമല്ല, മറ്റ് ദേശസാൽകൃത ബാങ്കുകൾക്കടക്കം ഇത്തരം ഒരു നിലപാടുണ്ട്. അതിനാൽ തന്നെ ഇതൊരു സൂചനാ സമരമാണ്. ഇത്തരത്തിൽ മറ്റ് ബാങ്കുകളും ഇത്തരം വായ്പാ തിരിച്ചടവിന് ജനങ്ങളെ ദുരിതബാധിതരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഒരു നടപടി എടുക്കാൻ പാടില്ല എന്നൊരു കാര്യം കൂടി ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്.